ഇതാണ് കേട്ടോ നമ്മുടെ മുണ്ടക്കയം. മുണ്ടക്കയം മുണ്ടക്കയം മുണ്ടക്കയം. മുണ്ടക്കയം പഴയ മുണ്ടക്കയം ഇല്ല. മുണ്ടക്കയം ഭയങ്കര മാറ്റമായി. തിരക്കും ഇന്നത്തെ കടകളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ കടകളായി. ഇവിടുത്തെ ഒരു പച്ചക്കറിക്കൊക്കെ ഒരു ഫ്രഷാ. എന്താണെന്നറിയാമോ? കമ്പത്തു നിന്ന് വരുന്നതുകൊണ്ട് നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ കിട്ടും ഇവിടെ. ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഏരിയയിലാണ് വീട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ വീടുകൾ ഒരുപാട് വന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പറമ്പും സ്ഥലങ്ങളുമൊക്കെ. ഇവിടെയൊക്കെ 100 കണക്കിന് വീടൊക്കെ ഇപ്പോൾ ആയി. ഈ വീടൊക്കെ എന്ന് വന്നു ആർക്കറിയാം. നാമം കടന്നിടത്ത് കൂമം പോലും ഇല്ല, വീടൊന്നുമില്ല, കാണാൻ പോലും ഇല്ല. ഇതായിരുന്നു ഞങ്ങളുടെ പറമ്പും സ്ഥലങ്ങളുമൊക്കെ. ഇവിടെയൊക്കെ കുറേ വീടുകൾ വന്നു. അതുകൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. 23 വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട്. ഇവിടെ എവിടെയായിരുന്നു വീടല്ലേ? അതെ, തറ പോലും ഇല്ല. താഴത്തെ കാണുന്നതാണോ? ആർക്കറിയാം. ഇത് 1 ഏക്കർ റബ്ബറായിരുന്നു, അതിനകത്തൊരു വീടുമായിരുന്നു. ഇപ്പോൾ ഈ 1 ഏക്കർ റബ്ബറിലും ഇപ്പം 10 വീടായി. പുലുക്കുന്ന് പട്ടപ്പടി ജംഗ്ഷൻ അതിൻ്റെ മുകൾ വശം മൊത്തം മാറി. നിമിഷ വിജ. അതുകൊണ്ടൊന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ ഇനി പ്ലാന്റേഷനിലേക്ക് പോകുന്നു. അവരാണ് അതിൻ്റെ അപ്പുറത്ത് പിന്നെ നമ്മുടെ കുഞ്ഞൂട്ടി ജോർജ് പാപ്പന, അതാ അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞൂട്ടിയുടെ പിന്നെ മകനാ അത് മേടിച്ചേക്കുന്നത്. നിങ്ങളുടെ വീടാന്ന് തോന്നുന്നത്. ഞങ്ങളുടെ വീട് ആദ്യം മേടിച്ചത് താഴത്തെ മറ്റേ കണ്ണാടി തയ്യക്കാരി അമ്മയുടെ മേടിച്ച ഇതാ. അതിന് അവിടെ തയ്യക്കാരി അമ്മയുടെ മോൾ. അവൻ്റെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് ഭയങ്കര പരാതി. അവൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പരാതി. ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കുന്നത് വീഡിയോയാ. അനങ്ങളോ വീഡിയോയാ. ഇങ്ങനെയാണോ അനങ്ങളെ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. പല്ലൊക്കെ ആര് കൊണ്ടുപോയി? ബാ, 2 പേരുടെയും പല്ലൊക്കെ ആരാ കൊണ്ടുപോയേ? പല്ലൊക്കെ ആര് കൊണ്ടുപോയി? ഇന്നത്തെ ഒരു 3 ഐറ്റം കണക്കൂട്ടണമെങ്കിൽ കളക്ടറെ കുത്തും. ഞാനിങ്ങനെ 16 ഐറ്റം ഇന്നപ്പ ഏറില്ല. ഞങ്ങളുടെ പഴയ വേൾഡ് കപ്പ് കാണുന്നവിടെ ബ്രസീല് 96-ലൊക്കെ അല്ലേ? 96-ല് 92-ലൊക്കെ കളികൾ ജയിച്ചു പറയും. ഇത് ഞങ്ങളുടെ കുഞ്ഞു കൊച്ചല്ലായിരുന്നു. ഞങ്ങൾ ഈ അരികത്ത് എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ ഈ അരികത്ത് 23 വർഷമായി പോയിട്ട്. 23 വർഷമായി. ഞാൻ പറയുന്നത് നമ്മുടെ ജിസ്മിയ ഓർക്കുന്ന കാണും. ചേച്ചി അവരൊക്കെ നല്ല അവർക്ക് അറിയാൻ പറയാം. ലിറ്റിക്കോ? ലിറ്റിക്കുണ്ട്. അത് വേണോ? ഇട്ട് തരാവേ. ഇവക്ക് ലിറ്റിക്ക് വേണോന്ന്. നിമിഷ. എന്നെ ആർക്കും അറിയില്ല, വിജയ് ചേട്ടനെ മാത്രം അറിയത്തുള്ളൂ. ഇതൊന്ന് വണ്ണം വെച്ച് കണ്ട എന്റെ ദൈവമേ. ഞാൻ ശരിയെന്നാ പോട്ടെ. ഇതൊന്ന് വണ്ണം വെച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാ? മധുരം കഴിക്കത്തില്ല, പിന്നെ ഈ സ്നാക്സ് കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല. ചോറും മീൻകറിയും. നിങ്ങൾ ഒന്നിച്ചല്ലേ താമസമൊക്കെ? ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പിള്ളേരുണ്ട്. ഇല്ല, കൊച്ചുങ്ങളോ? ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ബിജോ ചേട്ടനെ ഒരുപാട് നോക്കിയ ഒരു വീടാട്ടോ.
ചേട്ടൻ അവിടെ പോയി നൈസായിട്ട് പോയിട്ട് അമ്മയെ കാണുക. എന്നെ അറിയാം ഞാൻ വരുന്നത്. എന്നെ അറിയോ? ഇവനെ അറിയോ? ഇവനെ അറിയത്തില്ലല്ലേ? ശ്രീ ദുർഗാദേവി ക്ഷേത്രം വെള്ളനാടി. അപ്പം നമ്മളിതാ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉമ്മക്ക് എവിടെ ചെന്നാലും ഈ റബ്ബറും കാടും മേടും മാത്രമേ ഉള്ളൂടി. ഇത് വെള്ളനാടി എസ്റ്റേറ്റിലെ 2ാം ഡിവിഷനാണ്. അതായത് ഞങ്ങൾ പണ്ട് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മയുടെ അപ്പൻ ഇവിടുത്തെ കങ്കാണി സൂപ്പർവൈസറായിരുന്നു. ആ എസ്റ്റേറ്റിലാണ് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ഉത്സവം നടക്കുന്ന സ്ഥലമാണ് ദുർഗാദേവി ക്ഷേത്രം 2ാം ഡിവിഷൻ. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, ഫുട്ബോളുണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ടും ഉണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ വേനൽക്കാലത്ത് റബ്ബർക്കുരു പെറുക്കാൻ വരുവാൻ. ആ റബ്ബർക്കുരു പെറുക്കി കൊടുത്താൽ ഒരു റബ്ബർക്കുരിന് 1 കിലോയ്ക്ക് അന്ന് 3 രൂപ വിലയുണ്ട്. ഒരു ദിവസത്തിൽ 50 കിലോ ഒക്കെ പെറുക്കും. ഞാൻ റബ്ബർക്കുരു പെറുക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഉരയ്ക്കും. അപ്പോൾ ചൂട് കിട്ടൂലേ? അങ്ങനെ നമുക്കറിയത്തില്ല അത് കൊടുത്താൽ പൈസ കിട്ടുന്നൊക്കെ. ഇതെങ്ങോട്ടാ പോകുന്നത്? അവിടെ നടന്നു വരാം. എന്താണെന്നറിയാം, അത് ഭയങ്കര ഇറക്കം കാണുന്നു അവിടെ. ഇറക്കമൊന്നുമില്ല. ഇതാണ് ഇപ്പൊ താഴോട്ട് കാണുന്ന വഴിയിലാണ് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് നടന്നു വരാം. അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഇവിടെ പാല് അളക്കുന്നത്, പാല് ഒഴിക്കുന്നത്, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ ചേട്ടാ, എന്നെ കാണിച്ചു തരണം ചേട്ടാ. ഞാൻ എനിക്കിതൊന്നും അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇത് നമ്മുടെ വീട്ടിലെ 500 മരം വെട്ടുന്ന പാലല്ല, ലക്ഷക്കണക്കിന് മരങ്ങൾ വെട്ടിട്ട് അതിന്റെ പാല് വലിയ ടാങ്കറിൽ കൊണ്ട് നടക്കുന്ന സ്ഥലമാണ്. ആണല്ലേ? ഞാൻ കണ്ടിട്ടില്ല. നമുക്കത് കാണാം. എന്റെ കൊച്ചു മുതലാളി നാട്ടിൽ വന്ന് റബ്ബർ വെട്ടിയ റബ്ബറൊക്കെ കാണുമ്പോൾ വിജയചേട്ടന്റെ ആ ഒരു ഇൻട്രസ്റ്റ്, ഇഷ്ടവും സ്നേഹവും വാത്സല്യവും സന്തോഷവും കാണണമെങ്കിൽ ആ മുഖത്തേക്കൊന്ന് നോക്കി. എന്ത് പുളിങ്ങതയാ, അവിടെ ചെന്ന് കയറി കണ്ട അമ്മമാരെല്ലാം കണ്ടില്ലേ എന്നെ കണ്ട കെട്ടിപ്പിടിക്കുന്നത്. വാലന്റൈൻസ് ഡേ വരെ പറഞ്ഞില്ല എന്നോട്. അവരൊക്കെ ചെറുപ്പക്കാരായിരുന്നു. അതെ, അമ്മമാരായിരുന്നു. വിജയചേട്ടൻ ഇത്രയും ആയെന്ന് പോയപ്പോ ഒരു മാറ്റമില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഞാനൊന്നും ഇല്ലാണ്ടായി പോയി. അവിടുത്തെ ഞാൻ പോകുമ്പോഴുള്ള പഴയ പഞ്ചായത്ത് മെമ്പറെ കണ്ട് പുള്ളി കണ്ട എവിടെയാണെന്ന് ചോദിച്ചു. ഒരു മാറ്റമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു 23 വർഷം മുമ്പ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഒരു മാറ്റമില്ല. വീട്ടിൽ നടക്കാം എല്ലാം. എന്താ പറയാ, ചില ആൾക്കാർ ദൈവം ജനിക്കുമ്പോഴേ കൈ നിറച്ച് വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കും. ചില ആൾക്കാരെ ഒന്നും ഇല്ലാതെ ജനിപ്പിക്കും. അങ്ങനെ ജനിച്ച ഒരാളാണ് ഞാൻ. ഒന്നുമില്ലാതെ, അന്നുമില്ല ഇന്നുമില്ല ഒന്നുമില്ല. ഈ മനുഷ്യൻ്റെയൊക്കെ ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ സ്നേഹം കാണുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങണോ അതോ അടയ്ക്കണോ? എന്തോ അവൾ പറഞ്ഞെന്നേ, എന്തോ ആണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാട്ടുവഴിയോരത്തോ പൂമഴത്തുമ്പിലോ താനനാനേ താനേ. ഓ അടക്ക് എടാ കള്ള, ഇവിടെയാണ് നീ എന്നെ ചൂണ്ടിടാൻ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ? ഇവിടെ ഇനി ഞാൻ എങ്ങനെ ചൂണ്ടിയിടും മുത്തുമണികളെ, എങ്ങനെ ചൂണ്ടിയിടും? ആണോ? സ്റ്റെപ്പുണ്ട്. കമ്പടി ജിൻസിനാക്കടി കാണത്തില്ലടി. ആ കണ്ട് കാണത്തില്ല. സ്റ്റെപ്പ് അവിടെ ഉണ്ടെന്നാ പറഞ്ഞ് കാണത്തില്ല. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഫോൺ അത്യാവശ്യം നല്ല ഫോണായിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വിജയിച്ചിട്ടാ നല്ല നിരപ്പാണ്. അപ്പം നമ്മുടെ വെട്ടിലാങ്കുഴിയാണ് പാണ്ടാരടങ്ങിയ കയറ്റം. ഞാനാണ് ശരിക്കും നരകിച്ചത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖം, നിങ്ങൾ നിരപ്പത്ത് കിടന്നോടും, ഞാൻ ആ മുതുമല കയറി ഓടും. ഇതുപോലുള്ള മലയിൽ നിന്നൊക്കെ പുല്ലൊക്കെ പറിച്ച് താഴേക്ക് ഇറങ്ങി വരണം. ഇതൊക്കെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ഈ നരകിച്ച് പണ്ടാരടങ്ങി അതൊക്കെ ഒരു സമയം. ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വെട്ടുന്നു ഇവിടെ. പ്ലാന്റേഷൻ അല്ലേ? പുഴയുണ്ട്. അത് ആ പുഴയ്ക്ക് പറഞ്ഞ പേര് മണിമലയാറ്. മറ്റേ നമ്മളെ ചിലങ്കാളി തോപ്പം സ്റ്റാർട്ട് ചെയ്ത് മണിമലയിൽ അവസാനിക്കുന്ന ഒരു പുഴയാണത്, മണിമലയാറ്. അതാണ് ഇവിടെ. പക്ഷേ നല്ല തണലുള്ളപ്പോണ്ടല്ലോ ഇതിലേ നടക്കാൻ നല്ലതാണ്. ഞങ്ങൾ ഇതുപോലത്തെ തോട്ടിൽ, ഇങ്ങനത്തെ കാട്ടിൽ നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗത്തെ അവിടെ ഒരു മൂവാണ്ടമാവുണ്ട്, മാങ്ങയുണ്ട്, മാവ്.
അതിൽ നിന്ന് കല്ല് പെറുക്കി എറിഞ്ഞ് ആ മാവ് പറിക്കും. എന്നിട്ട് ഉപ്പെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കും. ഞങ്ങളൊരു 3-4 പേരുണ്ട് എൻ്റെ അവിടെ വെട്ടിലാങ്കുഴിയിൽ കേട്ടോ. അവിടെ തന്നെ ആ മാവിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇത് പൊട്ടിച്ച് മൂവാണ്ടൻ മാങ്ങ ഇങ്ങനെ ചതച്ച് ഉപ്പ് കൂട്ടി കഴിക്കുക. ഇതിലേ വരുമ്പോൾ ആ ഒരു ഞൊക്ലാച്ചിയാ. ശോ അയ്യോ അയ്യ, എന്താ ചെയ്യാം, ഓരോരോ ഫീല്. വിജയിച്ചിട്ട് ഓർമ്മയിലേക്ക് പോകുന്നുണ്ടോ?